ഹലോ എവരിവൺ, IVF ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പിന്നെ സ്വാഗതം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കിട്ടി. അത് യൂറിനിലായാലും ബ്ലഡിലായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്കാനിന് ചെല്ലുമ്പോഴത്തേക്കും പറയുകയാണ് ഹാർട്ട് ബീറ്റ് ഇല്ല. അതിനുള്ള കാരണം എന്താണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ആദ്യം തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണെന്നൊന്ന് പറയാം. നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടവും ബീജവും കൂട്ടിമുട്ടും. അതിനുശേഷം അത് ഓവുലേഷന് ശേഷം ഒരു 6 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ അത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് 28 ഡേ സൈക്കിളുള്ള ആൾക്കാണെങ്കിൽ ഏകദേശം ഒരു 14ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഓവുലേഷൻ നടക്കും. അതിനുശേഷം ഒരു 6 ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 20-21ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടും. അപ്പോൾ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈക്കിളിലെ പീരീഡ്സ് മിസ്സാകും. 28ാമത്തെ ദിവസം പീരീഡ്സ് മിസ്സാകും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ 4 വീക്സ് പ്രഗ്നന്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 4 വീക്സ് പ്രഗ്നന്റ് ആകുമ്പോഴാണ് പ്രഗ്നൻസി നമുക്ക് അനൗൺസ്മെന്റ് നമുക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. എന്നാൽ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ സ്കാൻ ചെയ്യിക്കാറില്ല. ആ സമയത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ സാക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. പിന്നെ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഹാർട്ട് ബീറ്റ് വരണമെങ്കിൽ മിനിമം ഒരു 6 ആഴ്ചയെങ്കിലും കഴിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമാണ് ഹാർട്ട് ബീറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 6 ആഴ്ച കഴിയുമ്പോഴായിരിക്കും നമുക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ 4ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ ജസ്റ്റേഷൻ സാക്ക് കിട്ടും. 5ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു യോക്ക് സാക്ക് വരും. 6ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഫീച്ചർ പോളും വരും, ഹാർട്ട് ബീറ്റും വരും. അപ്പോൾ അങ്ങനെ 6ാമത്തെ ആഴ്ച നമ്മൾ സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും ചിലർക്കൊന്നും ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവില്ല. അവർക്ക് അപ്പം തന്നെ ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല. ചിലർക്ക് അപ്പം തന്നെ ടെൻഷൻ തുടങ്ങും. എന്നാൽ എല്ലാ കേസിലും വേണ്ടി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവുലേഷൻ 14ാമത്തെ ദിവസമാണ് നടന്നത് എന്ന് നമ്മുടെ ഒരു അസംഷനാണ്. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രഗ്നൻസിക്ക് ദീർഘകാലമായി ശ്രമിക്കുന്ന ആൾക്കാർ മിക്കവരും തന്നെ ഫോളിക്കുലർ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ റിപ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലായ്പ്പോഴും 14ാമത്തെ ദിവസം തന്നെയല്ല ഓവുലേഷൻ നടക്കുന്നത്. ചിലപ്പോൾ 14, 15, 16, 18 വരെ കുറേ പീരീഡ്സിൻ്റെ ലെങ്ത് കൂടുതലുള്ള ആൾക്കാർക്ക് 18 വരെയൊക്കെ ചിലപ്പോൾ ഓവുലേഷൻ നീണ്ടു പോകാറുണ്ട്. അപ്പോൾ 18ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടന്നിട്ടുള്ളതെങ്കിൽ ഒരു 24ാമത്തെ ദിവസമായിരിക്കും ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിനുശേഷം പിന്നെയും ഒരു 1 വീക്ക് കൂടി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ജസ്റ്റേഷൻ സാക്ക് വരിക. അപ്പോൾ അതിനുശേഷമായിരിക്കും യോക്ക് സാക്ക് വരിക. അപ്പോൾ ഫീറ്റർ പോളും ഹാർട്ട് ബീറ്റും വരുന്നതിന് 6 ആഴ്ചയല്ല, ചിലപ്പോൾ 7 ആഴ്ച 8 ആഴ്ച വരെ എടുക്കുന്നതായിരിക്കും. ഇത് നമ്മൾ ഡിലേഡ് കൺസെപ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിലേഡ് കൺസെപ്ഷൻ ആണെങ്കിൽ നമുക്ക് 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഹാർട്ട് ബീറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് സപ്പോർട്ടീവ് മെഡിസിൻസ് തരും. അതിനുശേഷം ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യും. 1 വീക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാകും. ഒരു 10 ആഴ്ച വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസീനെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില ആൾക്കാർ IVF ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓവുലേഷൻ എല്ലാം കാൽക്കുലേറ്റഡ് ആണ്. എംബ്രിയോ ട്രാൻസ്ഫർ എന്നാണ് നടന്നതെന്ന് അറിയാം, എന്നാണ് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാം. എല്ലാം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ്, വെൽ പ്ലാൻഡ് പ്രഗ്നൻസിയാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ 6ാമത്തെ ആഴ്ച സ്കാൻ ചെയ്തിട്ടും ഹാർട്ട് ബീറ്റ് വരുന്നില്ലെങ്കിൽ ഒരു 1 വീക്ക് കൂടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഹാർട്ട് ബീറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനി കണ്ടിന്യൂ ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ നോർമൽ പ്രഗ്നൻസിയുള്ള ആൾക്കാരിൽ 10 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാം. കാരണം അവർക്ക് ഡിലേഡ് കൺസെപ്ഷൻ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് ഫീറ്റൽ ഹാർട്ട് ബീറ്റ് വരാത്ത കേസുകൾ നമ്മൾ പറയുന്നത് മിസ്ഡ് അബോർഷൻ എന്നാണ് പറയുന്നത്. ഈ മിസ്ഡ് അബോർഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തോ സംതിങ് മിസ്സിങ് ആണ്. അതായത് അവർക്ക് മിസ്കാരേജ് ആയി, ഹാർട്ട് ബീറ്റ് വന്നില്ല, അപ്പോൾ മിസ്കാരേജ് ആയി. പക്ഷെ അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു സിംറ്റംസും ഉണ്ടാകത്തില്ല. അതായത് റെഗുലർ ചെക്കപ്പിന് പോകുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് അറിയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ പറഞ്ഞ മിസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. ഇത് അല്പം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുന്നു, ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ്, ഫോളിക് ആസിഡ് കഴിക്കുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, ബേബിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് ഇല്ലായി എന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ വളരെ കടുത്തതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് കേസിൽ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എൻ്റെ റെഗുലർ ചെക്കപ്പിന് പോയി സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് പോയതാണ് എൻ്റെ ഫസ്റ്റ്
ഫസ്റ്റ് പ്രഗ്നൻസി. അപ്പോൾ എനിക്കത് നന്നായിട്ട് അറിയാൻ കഴിയും. പിന്നെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ വരുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് ഉണ്ടാകും, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്കാനിങ്ങിൽ വരുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് നിന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് അമ്മയുടെ അച്ഛൻ്റെയും ചിലപ്പോൾ നോർമൽ ജീൻസും എല്ലാം ആയിരിക്കും. പക്ഷേ നമ്മൾ അണ്ടവും ബീജവും കൂടി ചേർന്ന് ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന ജെനറ്റിക് ഡിസോർഡറാണ് ഇങ്ങനെ വരാനുള്ള പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഒരു തവണ ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ തവണയും ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും 2 തവണയിൽ കൂടുതൽ ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് കുറച്ച് ടെസ്റ്റുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. അതെല്ലാം ചെയ്യും. പിന്നെ ചിലർക്ക് കാരിയോടൈപ്പിംഗ് ചെയ്യാറുണ്ട്. ചെയ്ത് കഴിഞ്ഞ് മറ്റു തകരാറുകളൊന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കേണ്ട. പ്രത്യേകിച്ച് ഇങ്ങനെ വരാനുള്ള മേജർ റീസൺ എന്ന് പറയുമ്പോൾ ത്രോംബോസിസ് ആണ്. അതായത് അമ്മയുടെ ബ്ലഡ് കുറച്ച് കട്ടിയായിരിക്കും, കുഞ്ഞിൻ്റെ ബ്ലഡ് ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ അമ്മയുടെ നിന്ന് ബ്ലഡ് ഫ്ലോ കുട്ടിക്ക് കിട്ടാതെ കട്ടായി പോകും. അപ്പോൾ കുട്ടിക്ക് ഗ്രോത്ത് വരാണ്ട് ഹാർട്ട് ബീറ്റ് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലും പിന്നെ ആദ്യം ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കാണിക്കും, പിന്നീട് ഹാർട്ട് ബീറ്റ് നിന്ന് പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് പിന്നീട് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഡിലേഡ് കൺസെപ്ഷൻ ആണ്, നിങ്ങൾ 1 വീക്ക് വരെ വെയിറ്റ് ചെയ്യുക. ഡോക്ടർ പറയുന്ന സപ്പോർട്ടീവ് മെഡിസിൻസ് എല്ലാം കഴിച്ച് 1 വീക്ക് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഓവർ ടെൻഷൻ ആകാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള. ടെൻഷൻ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബ്രിയോയുടെ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക. അതാണ് ഇതിലും പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, സമയത്ത് കിടന്ന് ഉറങ്ങുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ ചെയ്യുക. അല്ലാതെ ഹാർട്ട് ബീറ്റ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും കഴിയത്തില്ല. അത് പ്രഗ്നൻസി നല്ലതാണെങ്കിൽ തന്നെ ഹാർട്ട് ബീറ്റ് വരും, ആ ടൈം ആകുമ്പോൾ എല്ലാം വരും. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്, പാട്ട് കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ടെൻഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോർമോൺ ലെവൽ മാറും, പ്രൊജസ്ട്രോണിൻ്റെ കോർട്ടിസോൾ വരും. അപ്പോൾ പ്രൊജസ്ട്രോൺ കറക്റ്റായിട്ട് ഇംപ്ലാന്റേഷന് കിട്ടത്തില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ശരിയാകത്തില്ല. പിന്നെ സമയത്ത് ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക, നട്ട്സ് കഴിക്കുക. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എൻ്റെ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വരനാണ് നമുക്ക് തരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാം പോസിറ്റീവ് വന്നു കഴിയുമ്പോൾ അതും ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.